മനുഷ്യനിൽ ജീനിയസ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്നുണ്ട്. ഇവിടെ ഒരു പ്രത്യേക ശേഷിയുണ്ട്. പ്രകൃതി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ചെയ്തത് വെറും ഒരു ഉച്ചനേരം കൊണ്ട് ചെയ്തെടുക്കുവാൻ ഇതിന് കഴിയും. ആവശ്യമായ പരിശ്രമമുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനെ ഒരു ബോധപൂർവമായ പ്രക്രിയയാക്കി മാറ്റാം. അതിനു വേണ്ട സാഹചര്യം ഒരുക്കിയാൽ അത്തരമൊരാൾക്ക് വിജയമെന്നത് ഒരു ഉറപ്പായ കാര്യമാണ്. മനുഷ്യൻ ചെയ്യുന്ന ഓരോ കാര്യവും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതിൽ വിജയിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ജീവിതം എന്നത് എണ്ണമറ്റ വാതിലുകൾ നിറഞ്ഞതാണ്. നിങ്ങൾ കഠിനാധ്വാനിയാണെങ്കിൽ അതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് തുറക്കാൻ കഴിയും. നിങ്ങൾ മിടുക്കനാണെങ്കിൽ ഒരുപാട് വാതിലുകൾ തുറക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾ ശരിക്കും ഊർജ്ജസ്വലനാണെങ്കിൽ അവ നിങ്ങൾക്ക് മുന്നിൽ താനെ തുറക്കപ്പെടും. ജയിക്കുക എന്നത് ഇന്ന് ആളുകൾക്ക് എത്രയും സങ്കീർണമായ ഒന്നായി മാറിയിരിക്കുന്നു. എന്തിനാണ് തങ്ങൾ ഇതിനായി പണിയെടുക്കുന്നത് എന്നുപോലും പലരും മറന്നുപോയി. എന്നിട്ടവർ വിജയത്തെക്കുറിച്ച് ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാക്കിയെടുക്കും. പലതരം സങ്കല്പങ്ങൾ. എന്താണ് വിജയം എന്നതിനെക്കുറിച്ച്. ഇന്ത്യയിൽ ശങ്കരൻ പിള്ള എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. അത് ജോൺ സ്മിത്തിനെ പോലെ ഒരു പേരാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അമേരിക്കയിലേക്ക് വന്നു. സ്വാഭാവികമായും ഒരു ഇന്ത്യൻ യുവാവ് എന്ന് പറഞ്ഞാൽ അയാളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കും. അവൻ ടെക്സസിലെ ഹൂസ്റ്റണിൽ അങ്ങനെ ജോലി തുടങ്ങി. അവിടെ വെച്ചൊരു അമേരിക്കൻ യുവതിയുമായി പ്രണയത്തിലായി. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം നാട്ടിൽ ഈ പ്രണയമൊക്കെ വലിയ കുറ്റമാണ്. ഒരുപാട് ആലോചിച്ച ശേഷം അവൻ അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ അച്ഛനെ അറിയിച്ചു. അച്ഛൻ ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചു. അച്ഛനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവൻ നാട്ടിലേക്ക് പോയി. പക്ഷേ നടന്നില്ല. കാരണം ഇന്ത്യയിൽ കല്യാണം കഴിക്കണമെങ്കിൽ അവർ കുടുംബ പാരമ്പര്യത്തിൻ്റെ 5000 വർഷത്തെ ചരിത്രം പരിശോധിക്കും. കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ പാരമ്പര്യശുദ്ധി അവർക്ക് അത്ര പ്രധാനമാണ്. ഒരു പരിചയവുമില്ലാത്ത എവിടെയോ ഉള്ള ആൾ, അമേരിക്കയിലുള്ളൊരു സ്ത്രീ, അവളെ എങ്ങനെ നീ കല്യാണം കഴിക്കും? അവളുടെ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്കെന്തറിയാം? അവൾ എവിടെ നിന്ന് വരുന്നു? അവളുടെ വംശാവലി എന്താണ്? അച്ഛനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയാതെ അവൻ തിരിച്ചുപോയി. അവൻ വീണ്ടും പ്രണയത്തിലാവുകയും അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ശങ്കരൻപിള്ള മകനെ തള്ളിപ്പറഞ്ഞു, എനിക്കിനി നീയുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ വർഷങ്ങൾ കടന്നുപോയി. അവർക്കൊരു മകൻ ജനിച്ചു. കുട്ടി ജനിച്ച ദിവസം മുതലുള്ള പടങ്ങൾ ഫേസ്ബുക്കിലൊക്കെ വന്നു. അയാളുടെ ഭാര്യ ഈ പടങ്ങളൊക്കെ ശങ്കരൻപിള്ളയെ കാണിച്ചുകൊണ്ടിരുന്നു. ആ കുട്ടി ഓരോ ദിവസവും വളർന്നു വരുന്നതും ഓരോ വിശേഷങ്ങളും അദ്ദേഹം അറിഞ്ഞു. പതുക്കെ മകനെ ഉപേക്ഷിച്ചെങ്കിലും കൊച്ചുമകന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. സാവധാനം 1-2 വർഷത്തിനുള്ളിൽ താൻ കണ്ടിട്ട് പോലുമില്ലാത്ത ആ കുഞ്ഞിനോട് അദ്ദേഹത്തിന് വലിയ സ്നേഹം തോന്നി തുടങ്ങി. അമേരിക്കയിൽ നിന്ന് വരുന്നവരൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു തുടങ്ങി, നിങ്ങൾ കൊച്ചുമകനെ ഒന്ന് കാണണം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലേ? കഷ്ടം തന്നെ. നിങ്ങളവനെ കാണണം. അവൻ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. പതുക്കെ ആ ആഗ്രഹം അദ്ദേഹത്തെ പിടികൂടി. അങ്ങനെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. മകന്റെ മുഖം കാണില്ല. അമേരിക്കയിൽ പോയി കൊച്ചുമകനെ മാത്രം കാണും. ആ അമേരിക്കൻ സ്ത്രീയെയും അദ്ദേഹം നോക്കാൻ പോകുന്നില്ല. അങ്ങനെ അദ്ദേഹം അമേരിക്കയിലെത്തി. ആവേശഭരിതനായ 7 വയസ്സുകാരൻ പയ്യൻ. അവർ ഒരു ചെറിയ ഫാമിലായിരുന്നു താമസം. അവർ അവിടെയെല്ലാം ഓടി നടന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൊച്ചുമിടുക്കനെ കണ്ടപ്പോൾ അദ്ദേഹം എല്ലാം മറന്നുപോയി. ഒരു ദിവസം ആ കുട്ടി പറഞ്ഞു, അപ്പൂപ്പ വരൂ, ഞാൻ എന്റെ അമ്പെയ്ത്ത് വിദ്യ കാണിച്ചു തരാം. അവൻ അദ്ദേഹത്തെ തൊഴുത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ 8 ലക്ഷ്യസ്ഥാനങ്ങൾ. എല്ലാത്തിലും അമ്പ് കൃത്യം നടുക്ക് തന്നെ തറച്ചിരിക്കുന്നു. ശങ്കരൻപിള്ള അത്ഭുതത്തോടെ നോക്കി. എന്നിട്ട് ചിന്തിച്ചു, ഇതാണ് എൻ്റെ കൊച്ചുമകൻ. ഭാരതത്തിലെ ഇതിഹാസതുല്യരായ അമ്പെയ്ത്തുകാരെക്കുറിച്ചൊക്കെ അദ്ദേഹം ഓർത്തു. അർജുനൻ, ഏകലവ്യൻ, അങ്ങനെ പലരെയും. ഭാവിയിലെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡലുകൾ ആകാശത്തു നിന്ന് വീഴുന്നതായി അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ചോദിച്ചു,
എത്ര ദൂരത്ത് നിന്നാണ് നീ അമ്പെയ്തത്? അവൻ പറഞ്ഞു, 20 വാര അകലെ നിന്ന്. എന്ത്? 20 വാര ദൂരത്തു നിന്ന് 8 ലക്ഷങ്ങളും നീ കൃത്യം നടുക്ക് തന്നെ കൊള്ളിച്ചോ? ഇതെങ്ങനെ സാധിച്ചു? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അപ്പൂപ്പ, ഞാൻ ആദ്യം അമ്പെയ്യും, എന്നിട്ട് അതിനു ചുറ്റും വട്ടം വരയ്ക്കും. അപ്പോൾ വിജയത്തെക്കുറിച്ചുള്ള ഇത്തരം സങ്കല്പങ്ങൾ പലപ്പോഴും നമ്മെ തളർത്തിക്കളയും. ഒരു പരിധിവരെ വിജയിച്ച പലരെയും ഞാൻ കാണാറുണ്ട്. അവരെല്ലാവരും അത്യാവശ്യം വിജയിച്ചവരാണ്. അവരുടെ സങ്കല്പങ്ങൾ, വിജയത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങൾ അവരുടെ ജീവിതവുമായി ഒത്തുപോകില്ല. അതോടെ എല്ലാം തകർന്നെന്നും എന്തോ കുഴപ്പം പറ്റിയെന്നും അവർ കരുതും. സത്യത്തിലൊന്നും തെറ്റായല്ല സംഭവിക്കുന്നത്. കൂടുതൽ മെച്ചപ്പെടുകയാണ്, സാഹചര്യങ്ങൾ അവരെ നയിക്കുകയാണ്. പക്ഷേ അവരുടെ സങ്കല്പങ്ങൾ തകരുന്നതുകൊണ്ട് കിട്ടിയ വിജയത്തിൽ പോലും അവർ സങ്കടപ്പെടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോകുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം. When we talk about success, I'm sure all of you must be already having plans as to how to unfold this success in your life. അല്ലേ? പ്ലാനുകൾ ഉണ്ടാകും. പ്ലാൻ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിൽ കുടുങ്ങിപ്പോകും. കാരണം ഇന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചാണല്ലോ പ്ലാൻ ചെയ്യുന്നത്. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ആർക്കും പ്ലാൻ ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ പ്ലാൻ എന്നാൽ ഇന്നത്തെ അവസ്ഥയുടെ ഒരു വലുതാക്കിയ രൂപം മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു പ്രത്യേക നിലയിലാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത്ര വർഷം കൊണ്ട് ഇത് 10 ഇരട്ടിയാകണം, അല്ലെങ്കിൽ 100 ഇരട്ടിയോ 1000 ഇരട്ടിയോ 1,00,000 ഇരട്ടിയോ ഒക്കെ ആകണമെന്ന്. പക്ഷെ അടിസ്ഥാനപരമായി ഈ പ്ലാൻ ഇന്നത്തെ അവസ്ഥയുടെ വലുതാക്കിയ ഒരു രൂപം മാത്രമാണ്. അതിൽ ചിലപ്പോൾ കൃത്യമായ യുക്തിയോ കണക്കുകൂട്ടലുകളോ സാഹചര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയോ ഒക്കെ കാണുമായിരിക്കാം. എന്നാലും അത് ഇന്നത്തെ കാര്യങ്ങളെ വലുതാക്കി കാണിക്കൽ മാത്രമാണ്. അതായത് നിങ്ങളുടെ അനുഭവത്തിലില്ലാത്ത മറ്റു പല സാധ്യതകളെയും ഈ പ്ലാൻ വഴി നിങ്ങൾ ഇല്ലാതാക്കുകയാണ്. In Pennsylvania, you heard of the Pennsylvania floods? Pennsylvania has floods, you know. ഒരിക്കൽ അവിടെ വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി. അപ്പോൾ അവിടെയുള്ള ഒരു ചെറിയ ടൗണിൽ വെള്ളമുയരാൻ തുടങ്ങി. വീടുകളൊക്കെ മുങ്ങാൻ തുടങ്ങി. 2 പയ്യന്മാർ വീടിന്റെ മേൽക്കൂരയിൽ കയറിയിരിക്കുകയായിരുന്നു. അപ്പോൾ വീടിന് മുന്നിലായി ഒരു തൊപ്പി വെള്ളത്തിൽ പൊങ്ങിയും താഴ്ന്നും വരുന്നത് അവർ കണ്ടു. ഒരു പയ്യൻ ചോദിച്ചു, എന്താണത്? ആ തൊപ്പി എന്താ അങ്ങനെ പൊങ്ങിയും താഴ്ന്നും പോകുന്നത്? അപ്പോൾ മറ്റവൻ പറഞ്ഞു, പേടിക്കേണ്ടത് എൻ്റെ അച്ഛനാണ്. ഇന്നലെ രാത്രി അദ്ദേഹം അമ്മയുമായി വഴക്കിട്ടു. എന്നിട്ട് ഒരു ശപഥം ചെയ്തു, എത്ര വെള്ളപ്പൊക്കം വന്നാലും ഞാൻ ആ പുൽത്തകടി വെട്ടിയൊതുക്കുമെന്ന്. അതുകൊണ്ട് പ്ലാനുകൾ നമ്മളെ തളർത്തും. പ്ലാനുള്ളത് നല്ലതാണ്, പക്ഷെ അതിനേക്കാൾ പ്രധാനം നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കുക എന്നതാണ്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ പ്ലാനുകൾ താനേ വന്നോളും, കാര്യങ്ങൾ നടന്നോളും. പ്ലാനുകൾ പാളിയെന്നു വരും, പുതിയവ ഉണ്ടായെന്നും വരും. നിങ്ങളൊരു ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നാൽ നടക്കേണ്ട കാര്യങ്ങൾ നടന്നുകൊള്ളും. ബാക്കിയെല്ലാം ആ ലക്ഷ്യത്തിലേക്കുള്ള വഴികളായി മാറും. പക്ഷെ നിങ്ങൾ വെറും ഒരു പ്ലാനിൽ മാത്രം തൂങ്ങിപ്പിടിച്ചിരുന്നാൽ അത് നിങ്ങളുടെ വളർച്ചയെ തടയുന്ന ഒരു മാർഗമായി മാറും. അങ്ങനെയും സംഭവിക്കാം. ഒരു പ്ലാൻ കയ്യിൽ വെക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അതിനൊരു നിശ്ചിത അകലത്തിൽ നിർത്തണം. ആ പ്ലാൻ തന്നെയായി നിങ്ങൾ മാറരുത്. വിജയിക്കുക എന്നത്, നോക്കൂ, അടിസ്ഥാനപരമായി എല്ലാ മനുഷ്യരിലുമുള്ള ഒരാഗ്രഹമാണത്. നിങ്ങൾക്കതിലേക്ക് കുറച്ച് ആവേശം പകർന്ന് അതൊരു പാഷനാക്കി മാറ്റാം. പക്ഷെ വിജയിച്ച് തീരൂ, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോകുമെന്ന ഒരു വാശിയായി അത് മാറിയാൽ നിങ്ങളൊരു വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ അതിൽ നമുക്ക് ദേഷ്യവും വിദ്വേഷവും തോന്നിയാൽ ആ ആഗ്രഹങ്ങൾ തന്നെ വിഷമായി മാറും. ഇത് വിഷമായി മാറുമെന്ന് ഞാൻ പറയുമ്പോൾ ഇത് തെളിയിക്കുന്ന വ്യക്തമായ മെഡിക്കൽ തെളിവുകളിൽ നിന്നുണ്ട്. അതായത്, നിങ്ങൾക്ക് മറ്റൊരാളോട് വിദ്വേഷമോ ദേഷ്യമോ നിരാശയോ അങ്ങനെ മറ്റെന്തെങ്കിലും തോന്നുമ്പോൾ നമ്മുടെ രക്തം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ സ്വന്തം ശരീരത്തിലേക്ക് വിഷം കലർത്തുകയാണെന്ന് റിപ്പോർട്ടുകൾ കാണിച്ചു തരും. ഇത് നിങ്ങൾ തന്നെ വിഷം കുടിച്ചിട്ട് മറ്റൊരാൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ്.
ജീവിതം അങ്ങനെ പ്രവർത്തിക്കില്ല. നിങ്ങൾ വിഷം കുടിച്ചാൽ നിങ്ങൾ തന്നെ മരിക്കും. അത് സ്വാഭാവികമാണ്. അത് നീതിയല്ല. നിങ്ങൾ വിഷം കുടിച്ചാൽ നിങ്ങൾ തന്നെ മരിക്കണം. ഞാൻ വിഷം കുടിക്കുമ്പോൾ അവൻ മരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഇങ്ങനെയുള്ള വികാരങ്ങൾ എപ്പോഴും നമ്മുടെ അടിസ്ഥാനപരമായ കഴിവിനെ ഇല്ലാതെയാക്കും. നോക്കൂ, ഓരോ മനുഷ്യനിലും ജീനിയസ് എന്ന് വിളിക്കപ്പെടുന്നൊരു അംശമുണ്ട്. എല്ലാവരിലും അതുണ്ട്. ജീവിതത്തിന്റെ ഏതോ ഒരു നിമിഷത്തിൽ എല്ലാവരും അത് തൊട്ടറിയാറുമുണ്ട്. പക്ഷെ ചോദ്യം ഇതാണ്, എത്രത്തോളം തവണ നിങ്ങളത് തൊട്ടറിയുന്നു? ജീവിതത്തിൽ എപ്പോഴും ഒരു തവണ മാത്രം അത് പ്രകടമായാൽ പോരാ. എപ്പോഴും അത് പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കണം, അല്ലേ? എന്താണ് ഈ ജീനിയസ്? പല രീതിയിൽ നമുക്കിതിനെ കാണാം. ലളിതമായി ഇതിനെ നോക്കിക്കാണാനുള്ളൊരു മാർഗം ഇതാണ്. ബുദ്ധിശക്തി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും യുക്തിപരമായ ചിന്തകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അല്ല, അടുത്ത 25 വർഷത്തിനുള്ളിൽ ഈ യുക്തിചിന്തകൾക്ക് വലിയ അർത്ഥമുണ്ടാകില്ല. കാരണം നിങ്ങളുടെ കമ്പ്യൂട്ടറിന് നിങ്ങളുടെ തലച്ചോറിന് കഴിയുന്നതിലും വേഗത്തിലും കൃത്യമായും യുക്തിപരമായ വിശകലനത്തിന്റെ കൂട്ടലും ഗുണിക്കലുമെല്ലാം ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് ആ സവിശേഷമായ കഴിവ് തൊട്ടറിയുക എന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ളിൽ ബുദ്ധിയുടെ മറ്റൊരു തലമുണ്ടെന്നാണ് അർത്ഥം. നിങ്ങൾ ഇന്ന് രാവിലെ എന്താണ് കഴിച്ചത്? ഇദ്ദേഹം ചിക്കൻ കഴിച്ചു. ഈ ഉച്ച സമയത്തിനുള്ളിൽ ആ ചിക്കൻ ഒരു മനുഷ്യനായി പരിണമിച്ചു കഴിഞ്ഞു, ഒരു കോഴി. മനുഷ്യനായി മാറാൻ എത്ര കാലമെടുക്കുമെന്ന് നിങ്ങൾ ചാൾസ് ഡാർവിനോട് ചോദിച്ചാൽ അദ്ദേഹം ദശലക്ഷക്കണക്കിന് വർഷങ്ങളെക്കുറിച്ച് പറയും. പക്ഷെ ഇദ്ദേഹം വെറും ഒരു ഉച്ച നേരം കൊണ്ട് ഒരു കോഴിയെ മനുഷ്യനാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു ബുദ്ധിശക്തിയുണ്ട്, ഒരു സവിശേഷ ശേഷിയുണ്ട്. പ്രകൃതി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ചെയ്തത് വെറും ഒരു ഉച്ചനേരം കൊണ്ട് ചെയ്തെടുക്കാൻ ഇതിന് കഴിയും. പക്ഷേ ഇതൊരു അബോധാവസ്ഥയിലുള്ള ബുദ്ധിശക്തിയാണെന്ന് മാത്രം. അബോധാവസ്ഥയിലുള്ള എന്തിനേയും ശരിയായ പരിശ്രമമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധപൂർവമായൊരു പ്രക്രിയയാക്കി മാറ്റാം. നിങ്ങളുടെ ബോധപൂർവമായ പ്രവൃത്തികളിൽ ഈ ബുദ്ധിശക്തിയുടെ ഒരു തുള്ളിയെങ്കിലും നിങ്ങൾക്ക് ലഭ്യമായാൽ പെട്ടെന്ന് തന്നെ ജീവിതം ഒരു മാജിക് പോലെ തെളിഞ്ഞു വരും. മറ്റുള്ളവരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ബുദ്ധിശക്തി എന്ന് പറയുമ്പോൾ ആളുകൾ എപ്പോഴും ഇതാണ് ചിന്തിക്കുന്നത്. ബുദ്ധിശക്തി എന്ന് കേൾക്കുമ്പോൾ ആംഗ്യഭാഷയിൽ കാണിക്കാൻ പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയല്ലേ കാണിക്കുക? ആരും ഇങ്ങനെയോ കാണിക്കില്ല. എന്നാൽ നിങ്ങളുടെ ശരീരത്തിലെ ഒരു കോശം ചെയ്യുന്നത് നിങ്ങളുടെ തലച്ചോറിന് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളാണ്. ഒരു DNA തന്മാത്ര 1 മിനിറ്റിൽ ദശലക്ഷക്കണക്കിന് ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. അത് നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അങ്ങനെയല്ലേ? അതുകൊണ്ട് യോഗ സമ്പ്രദായത്തിൽ, യോഗശാസ്ത്രങ്ങളിൽ നമ്മൾ ഒന്നിനെയും മനസ്സ് എന്ന് മാത്രം കാണാറില്ല. മനസ്സെന്ന് മാത്രമായി ഒന്നില്ല. ഒരു ഭൗതിക ശരീരമുണ്ട്, ഒരു മാനസിക ശരീരവുമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിലൂടെ ചിന്തിക്കാൻ നിങ്ങൾ പഠിക്കുന്നു. ഇതൊരു ചെറിയ സെഷനാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ നമ്മൾ കടന്നു ചെല്ലേണ്ട ഒരു മേഖലയല്ല ഇത്. എങ്കിലും എനിക്കിത് പറയേണ്ടതുണ്ട്. വ്യക്തിപരമായി ഞാൻ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ സെഷനിലേക്ക് വരുന്നതിന് തൊട്ടു മുൻപ് ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, സദ്ഗുരു, ആ കെട്ടിടത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കണമെന്ന്. കാരണം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും ആ പ്ലാൻ എൻ്റെ മനസ്സിൽ തയ്യാറായിട്ടുണ്ടാകും. കാരണം 12 or 14 കാര്യങ്ങൾ ഒരേ സമയം എൻ്റെ തലയിൽ നടന്നുകൊണ്ടിരിക്കും. ഇത് തലയിൽ മാത്രമല്ല, ശരീരത്തിലൂടെ ചിന്തിക്കാൻ കൂടി നിങ്ങൾ പഠിക്കണം. ശരീരത്തിലൂടെ ചിന്തിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്കതൊരിക്കലും തലവേദനയാകില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഇത്രയധികം ഉത്തരവാദിത്വങ്ങളും ആയിരക്കണക്കിന് കാര്യങ്ങളും ഒരേ സമയം നടക്കുമ്പോൾ നിങ്ങൾക്ക് സമ്മർദ്ദം തോന്നില്ലേ? അങ്ങനെയൊന്നില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ തന്നെ ആഴത്തിലുള്ളൊരു തലമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും ഇതിന് കഴിവുണ്ട്, എല്ലാവരിലും അതുണ്ട് താനും. മറ്റൊരാളുടെ അത്രയും ചിന്താശക്തി നിങ്ങൾക്ക് ചിലപ്പോൾ കാണില്ലായിരിക്കാം. അത് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. പക്ഷേ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാറില്ലേ? ഒരു ക്യാരറ്റ് കഴിച്ചാൽ അത് ദഹിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അതിനർത്ഥം ബുദ്ധിയുടെ മറ്റൊരു തലം കൂടി നിങ്ങളിലുണ്ടല്ലേ? നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെല്ലാം ലഭ്യമാകുന്ന അതിനുതകുന്ന സാഹചര്യം ഒരുക്കിയാൽ ആ വ്യക്തിക്ക് വിജയമെന്നത് ഉറപ്പായൊരു കാര്യമാണ്.